Hey all, welcome back to pre and post market analysis. ലാസ്റ്റ് ഡേ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ? ഇല്ല. ബട്ട് എന്നാൽ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റില്ല, നല്ലൊരു പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റുന്നുണ്ട്. സോ ഹിയർ ഇറ്റ് വെൻ ലൈക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഫ്രം വെയർ സ്റ്റോക്ക് ഓപ്ഷനിലായിരുന്നു അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഫോസിസ്, ടെക്കം, ഇത് രണ്ടും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീമിയം ഗ്രൂപ്പിലെ ആൾക്കാർ കുറെ അധികം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാനും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് നാളെ അല്ല, ഓൾമോസ്റ്റ് ലൈക്ക് 12:05 ആയിട്ടുണ്ട്. സോ എങ്ങനെ ആയിരിക്കാം ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. വെൽ, ഞാനൊരു ഗ്യാപ്പ് അപ്പ് ഇല്ല, മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു റഷ് തരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ലേശം ലേറ്റ് ആയി പോയി, എന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് എത്ര ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും പോകുന്നത്. ആൻഡ് ഓൾസോ എസ്പെഷ്യലി നമ്മളുടെ ഹീറോ ആകാനായിട്ട് പോകുന്നത് ആരാണ്? ഇറ്റ്സ് ഇൻഫോസിസ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ, റൈറ്റ്? സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫോസിസ് ആണ്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അത്യാവശ്യം ഹോൾഡ് ചെയ്യുകയാണ് ഇൻഫോസിസ്. അത് ഏതൊരു മൂവ്മെന്റ് തരവില്ല, ഏതൊരു റേഞ്ചിലോട്ട് മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് നാളെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1386 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ. സോ ആ ഒരു റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാം. ആൻഡ് ഓൾസോ ഇൻഫോസിസിൽ നമ്മൾ തന്നിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് ROI എന്ന് പറയുന്നത് 3 ടൈംസ് ആകാനായിട്ട് പ്രോബബിലിറ്റി ഉള്ളൊരു ട്രേഡാണ് നമ്മളിപ്പം കറന്റ് എടുത്തിട്ടുള്ളത്. ആ ഒരു ലൈക്ക് ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് ആണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് തന്നെ പറയാറുള്ളത്. അറിയില്ല, ഇപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. ബട്ട് എന്നാൽ എനിക്ക് പേഴ്സണൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരിക്കലും മാർക്കറ്റിനെക്കാളും കോൺഫിഡൻസ് ഇല്ലേ, ഓവർ കോൺഫിഡൻസ് ആകുകയല്ല ചെയ്യുന്നത്. എൻ്റെ സ്ട്രാറ്റജി ബേസിസിൽ, എൻ്റെ അനാലിസിസിന്റെ ബേസിസിൽ എൻ്റെ വ്യൂ ഇതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഫൈൻ. സോ ഒബ്വിയസ്ലി പല ആൾക്കാർക്കും പല വ്യൂസ് കാണും. നിങ്ങൾ ഇതുകൂടെ ക്ലബ് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ആകുന്നുണ്ടോ, ഡിഫറെന്റ് ആണോ, റൈറ്റ്? ജസ്റ്റ് ലൈക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കമന്റിൽ അറിയിക്കുക, റൈറ്റ്? എല്ലാവരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. എന്താണ് നിങ്ങളുടെ വ്യൂ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിച്ചിരിക്കുക, റൈറ്റ്? സോ ഈ ഒരു ലെവല് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 1367 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ലൈക്ക് ലീവ് ചെയ്യുന്നതിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് എന്തായാലും നോക്കാം നാളെ എന്തായിരിക്കും മാർക്കറ്റ് റഷ് വരാൻ പോവുകയാണോ, അതോ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. വാട്ട് അബൌട്ട് അവർ നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ബാങ്ക് ഒരു സൂപ്പർ ഒരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന രീതിയിൽ നിൽക്കുകയാണ്. Here is a beautiful head and shoulder. So in that case നമുക്ക് ഇതിന്റെ വാലിഡിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാം. We be having a great horizontal resistance here. നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. Then let's keep this level. So we be having our first target over here. ഏതാണ്? 19,679 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് നമ്മൾ പറയുന്നത്. എവിടുന്ന് എൻട്രി ചെയ്തിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 19,500 നിന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 150 പോയിന്റ്സ് പ്ലസ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് തന്നെയുണ്ട്. വാട്ട് അബൌട്ട് നെക്സ്റ്റ് വൺ? സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ കാണാം, 19,773. സ്മൂത്ത് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. എപ്പോഴാണോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ പറ്റും. എങ്ങോട്ടാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, 20,000 അത് പോകുന്നത്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളിത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളായി അല്ലേ, 20,000 വരെ 19,987 സംതിങ് വരെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രീവിയസ് ഹൈ എത്രയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഹിയർ വാട്ട്സ് ദാറ്റ്? 87.55. യെസ്, 91.87, റൈറ്റ്? 91.85 വരെ പോയിട്ട് 90,991.85 വരെ പോയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. ഇത്തവണ 20,000 ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണ്, 20,000 പോകും എന്നൊരു വിശ്വാസത്തിൽ ഞാനിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും. സോ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് അയക്കുക, 7012457522. 1,000 rupees പെർ മന്ത് ആണ്. ഡെയിലി 3 കോൾസ് വരുന്നുണ്ട്. ഒരിക്കലും ചാടിക്കയറി 3 കോൾസ് എടുക്കരുത്. ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക, ഒരു ഫിക്സ് ചെയ്യുക. ആൻഡ് ഓൾസോ ആ സ്ക്രിപ്റ്റ് മാത്രം, ലെറ്റ് ദാറ്റ് ബി നിഫ്റ്റി ആയിരിക്കാം, ലെറ്റ് ദാറ്റ് ബി നിഫ്റ്റി ബാങ്ക് ഓർ ഫിൻ നിഫ്റ്റി, ഏതെങ്കിലും ഒരെണ്ണം, അതിൽ മാത്രം കൺസിസ്റ്റന്റ് ആകുക. ബേസിക്കലി നിങ്ങളുടെ ടാർഗറ്റ്സും സ്റ്റോപ്പ് ലോസ് ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസ്കിനെ മാനേജ് ചെയ്തിട്ട് മാത്രമായിരിക്കണം അവിടെ എടുക്കുന്നത്. നമ്മുടെ ട്രേഡ്സ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗുഡ്. സോ നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. ബെയറിഷ് വ്യൂ നാളെ നമുക്ക് ഇല്ല നിഫ്റ്റിയിൽ, റൈറ്റ്? നമ്മൾ നാളെ ബെയറിഷ് ആകുന്നില്ല നിഫ്റ്റിയിൽ. This is our view in Nifty. What about Nifty Bank?
About Nifty buying, same situation, same situation. From here, see, it's a beautiful inverted head and shoulder. Good. So നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടണം, റൈറ്റ്? ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് obviously I be preferring this high, right? ഈ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, സ്മൂത്ത് ആയിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, റൈറ്റ്? ആംഗുലർ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഈ ഉള്ള ഇതിൻ്റെ റെലവൻസ് എല്ലാം പോയി, അല്ലേ? ഈ ഒരു ലെവൽസിൻ്റെ റെലവൻസ് എല്ലാം നമുക്ക് പോയി നിൽക്കുകയാണ് കറൻറ്റ്ലി. സോ നമുക്ക് ഇതെല്ലാം അങ്ങ് റെഡ്യൂസ് ചെയ്തേക്കാം. ദെൻ ദിസ് വൺ, ഇതെന്തായാലും കിടക്കട്ടെ, ഇതൊരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ വിൽ ബി ഹാവിങ് എ ബ്യൂട്ടിഫുൾ ടാർഗറ്റ് ഓവർ ദീസ് റേഞ്ച്, റൈറ്റ്? over here, then our second target will be over here. ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ലൈവ് സെഷനിൽ കാണുന്നതായിരിക്കും. ഫ്രം 9 to 1 PM നമുക്ക് ഡെയിലി ലൈവ് ഉണ്ട്. നാളെയും ലൈവ് 9 മണിക്കുണ്ടായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. So that's with our target 1 and target 2. Good. Then about Nifty, നമ്മുടെ മെയിൻ, റൈറ്റ്? ഐ മീൻ ലൈക്ക് ദ തേർഡ് വൺ. ആണ് കുറേ അധികം ആൾക്കാർ നിഫ്റ്റി ബാങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾ കുറേ അധികം ലോസസ് നിഫ്റ്റി ബാങ്കിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ്, സി സൂപ്പർ, ഓൾറെഡി പ്രീവിയസ് ലെവൽസ് നമുക്ക് കിടപ്പുണ്ട് ഇവിടെ, അല്ലേ? സോ ഈ രീതിയിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നാളെ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 20,195 ആണ്. ആവറേജ് 20,195, റൈറ്റ്? സൈക്കോളജിക്കൽ ലെവൽസ് ഒക്കെ നാളെ ലൈവിൽ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. സോ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ട്സും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ടായിരിക്കും. സോ നാളെ നമുക്ക് കാണാം. നാളെ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലൈവ് പ്രീമിയം ഗ്രൂപ്പിലേക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ്? നോക്കാം നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യം. ആൻഡ് ഓൾസോ അബൌട്ട് ബൂട്ട് ക്യാമ്പ് മെമ്പേഴ്സ്, ഡോണ്ട് വറി, നിങ്ങൾക്കുള്ള വീഡിയോസ് നാളെ തൊട്ട് അപ്ഡേറ്റ് ആകുന്നുണ്ടായിരിക്കും. ആൻഡ് ലെറ്റ് മി നോ ഇൻ ദ കമൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് ഒരു 1-2 സെക്കൻഡ്സിൽ ഒരു 3 to 5 സെക്കൻഡ്, 1 മിനിറ്റ് എടുത്തോട്ടെ. നമ്മൾ അത്രയും നല്ല എഫോർട്ട് ഇട്ടിട്ട് ഇത്രയും വർഷത്തെ ലൈക്ക് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കിട്ടുന്ന അനാലിസിസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, അല്ലേ? ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലോ എന്ന് പറയാൻ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എന്ന് പറയുക, എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പറയുക. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയേണ്ടതുണ്ട്, ബെറ്റർ ആണെങ്കിൽ നല്ലത് എന്ന് തന്നെ പറയുക. ആൻഡ് ഓൾസോ see you all on live tomorrow. Bye.